ഒരു പക്ഷേ ഫസ്റ്റ് ലൈൻ എപ്പോഴും സൈക്യാട്രിസ്റ്റ് ആയിരിക്കും നല്ലത്. പലതരത്തിലുള്ള സൈക്യാട്രി രോഗങ്ങൾ, അറ്റൻഷൻ ഡെഫിസിറ്റ്, ഈ അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫെക്ഷ്യസ് ഡിസീസസിലെ പനി പോലെയാണ്. ഒരാൾ പനിയും കൊണ്ട് വരുന്നു, അത് കോവിഡ് ആകാം, അത് ന്യൂമോണിയ ആകാം എന്ന് പറയുന്ന പോലെ. അതുപോലെയാണ് ഈ അറ്റൻഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു സിംറ്റം. മിക്കവാറും കുട്ടി വരുന്നത് അറ്റൻഷൻ കുറയുന്നു എന്നുകൊണ്ടാണ്. പക്ഷേ ഈ അറ്റൻഷൻ കുറയുന്ന പല രോഗങ്ങളുണ്ട്. ഇപ്പം ഡിപ്രഷനിൽ അറ്റൻഷൻ കുറയും, ബൈപ്പോളാറിൽ അറ്റൻഷൻ കുറയും, ആങ്സൈറ്റിയിൽ അറ്റൻഷൻ കുറയും, തലച്ചോറിൻ്റെ മറ്റു രോഗങ്ങളിൽ അറ്റൻഷൻ കുറയും. ഇതെല്ലാം കൂടെ ഒന്ന് അറിയണമെങ്കിൽ ബാക്കി മാനസിക രോഗങ്ങളെ കുറിച്ചുകൂടി അറിയുന്ന ഒരാളായിരിക്കണം ആദ്യം അതൊന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ കണ്ടിന്യൂവേഷൻ നമുക്ക് വേണമെങ്കിൽ പീഡിയാട്രിക്സിൻ്റെ അടുക്ക് ചെയ്യാം. ഒരു 2ാം ക്ലാസ് അല്ലെ 3ാം ക്ലാസ് വരെയൊക്കെ സ്വാഭാവികമായിട്ട് വളർച്ചയും സ്വാഭാവികമായിട്ട് പഠന രീതിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് ഒരു 2-3 മാസങ്ങളായിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല, അല്ലെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നില്ല, പരീക്ഷകളിൽ മാർക്ക് കുറയുന്നു, പഠിപ്പിക്കാനിരിക്കുമ്പോഴും താല്പര്യമില്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു. ഇതുപോലത്തെ ഒരു ഇതിനെ നമ്മൾ ശ്രദ്ധക്കുറവാണ് എന്നും പറഞ്ഞ് നമ്മൾ ADHD എന്ന് പറഞ്ഞ ഉടനെ അതിനെ മുദ്ര കുത്താൻ പറ്റത്തില്ല. അതിനൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഉണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ പനി വരുമ്പം പനിയുണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്ത് പാരസെറ്റമോൾ കൊടുക്കുന്നതിലല്ല, അത് എന്താണ് അതിൻ്റെ കാരണം എന്നതും കൂടി ഒന്ന് ചിന്തിക്കണം.